വളകാപ്പ് നടത്താന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ചേച്ചിക്കും ഈ ഡെക്കറേഷന്റെ കാര്യങ്ങളൊന്നും അധികം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഞങ്ങൾ ഡെക്കറേഷൻ എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും നന്നായിട്ട് ഞങ്ങൾ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചീനെ റെഡിയാക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി എല്ലാം എങ്ങനെ ചെയ്യണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി തുടങ്ങാൻ ഏകദേശം 10 മണിയാവും. അപ്പൊ ആ ടൈം ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് വരണമായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് വീട്ടിൽ നിന്ന്. ഒരു 150 ഫോട്ടോ എടുത്താൽ മതി എന്ന് പറഞ്ഞു പോയി ഞങ്ങൾ. ഒരു 1500 ഫോട്ടോ എടുത്തിട്ടായിരിക്കും അവിടുത്തെ പോന്നിട്ടുണ്ടാവുക. അത്രയധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലും ചേച്ചിക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നേ. 10:30 വരെ സമയമുള്ള ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ വിചാരിച്ച ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് വീട്ടിലെത്തണേ. എനിക്ക് ഈ വളകാപ്പിനെ പറ്റി അറിയാത്തതുകൊണ്ട് എന്റെ കുറച്ച് തമിഴ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് ഇതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുപ്പിവള കയ്യിലിടുമ്പോൾ അതിന്റെ സൗണ്ട് കേട്ടിട്ട് കുട്ടി നന്നായിട്ട് ആക്റ്റീവ് ആവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വളകാപ്പ് നടത്തുന്നത്.